ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കണ്ണൻ ചേമ്പ് കൃഷിയാണ്. ഇതാണ് കണ്ണൻ ചേമ്പ് എന്ന് അറിയപ്പെടുന്ന ചേമ്പ്. ചെറിയ ടൈപ്പ് ചേമ്പാണ്. നമ്മൾ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചേമ്പാണിത്. ഇതേപോലെ എനിക്ക് തോന്നുന്നു അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ചേമ്പാണ്. ഇതിങ്ങനെ അധികമൊന്നും കാണുന്നില്ല. അപ്പം എനിക്ക് ഈ ചേമ്പില്ലായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ചുവട് ഇതുപോലെ ചാക്കിൽ നട്ട് കൊടുത്തതാണ്. എനിക്കിപ്പോൾ അതിൻ്റെ തൈകൾ പൊട്ടി കുറേ തൈകൾ ആ ചാക്കിൽ ഉണ്ടായി നിൽപ്പുണ്ട്. ഞാനപ്പോൾ ഈ തൈകളെയൊക്കെ ഒന്ന് 2 എണ്ണം പറിച്ച് മാറ്റി നടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ചാക്കിലാണിത് നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് ഇതിൽ നിന്നും നമ്മുടെ ഈ കണ്ണൻ ചേമ്പ് ഞാൻ വിളവെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചേമ്പ് കൃഷി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അതുപോലെ തന്നെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത്രയും ചേമ്പ് ഏതായാലും ഒരുമിച്ച് നമുക്ക് ഈ ചാക്കിൽ നിന്നാൽ നന്നായിട്ട് വിളവ് കിട്ടിയില്ല. അപ്പം 1-2 ചൂട് നമുക്കിതിനെ അങ്ങ് മാറ്റി നട്ട് കൊടുക്കാം. ഞാൻ മാറ്റി നട്ട് കൊടുക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു ചെറിയ ബോക്സാണ്. ഇതിലേക്കാണ് മാറ്റി നട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഞാനിതിൻ്റെ അകത്ത് പയർ നട്ട് കൊടുത്തിരുന്നതാണ്. അപ്പോൾ ഇതിനടിയിൽ കുറച്ച് മണ്ണൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ മീതെ കുറച്ച് കരിയിലകളും അതുപോലെ തന്നെ പച്ചപ്പുല്ല് പറിച്ചിട്ടിരുന്നത് ഉണങ്ങിയതുമൊക്കെ ഇതിനടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതേക്ക് നമുക്ക് കുറച്ച് മണ്ണും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ ചേമ്പിൻ്റെ തൈ അങ്ങോട്ട് പറിച്ച് മാറ്റി നട്ട് കൊടുക്കാം. ഇതുപോലെ കരിയിലകളൊക്കെ നമ്മൾ നിറച്ച് കൊടുത്താൽ മതി ചാക്കിനകത്തും ഇതുപോലെ ബോക്സിനകത്തൊക്കെ കൃഷി ചെയ്യുമ്പോൾ. അല്ലാതെ ഫുള്ള് മണ്ണൊന്നും നിറയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ഞാൻ ഒരു ബക്കറ്റ് മണ്ണെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇതെല്ലാം പഴയ കൃഷിയുടെ മണ്ണ് തന്നെ. ഗ്രോ ബാഗൊക്കെ കീറിപ്പോകുമ്പോൾ എടുത്ത് മാറ്റി വയ്ക്കുന്നതാണ്. നമ്മുടെ പെട്ടിയിലേക്ക് ഞാൻ മണ്ണിട്ട് കൊടുത്തു. നമ്മുടെ ഈ കരിയിലയൊക്കെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇങ്ങനെ താഴേക്ക് പോകും. അന്നേരം വീണ്ടും നമുക്കതിൻ്റെ മീതെ ചാണകപ്പൊടിയും മണ്ണും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് മണ്ണും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ പോയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാക്കിനകത്തും ഇതുപോലുള്ള ബോക്സിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ചാണകപ്പൊടി എടുത്ത് വെച്ചിരുന്നാൽ മറിഞ്ഞുപോയി. ഇതിൻ്റെ മീതേക്ക് നമുക്ക് ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. രണ്ട് പാത്രം ചാണകപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നേ. ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. നമുക്കിതൊന്ന് ഇളക്കി ചേർത്തിട്ട് ഇതിലേക്ക് നമ്മുടെ തൈകൾ പറിച്ച് മാറ്റി നട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ തൈകളൊക്കെ ഒന്ന് വേര് പൊട്ടാതെ ഒന്ന് പറിച്ചെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് നടാം. ഞാൻ കണ്ണൻ ചേമ്പ് വേരൊക്കെ കളയാതെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഈ ബോക്സിലേക്ക് നട്ട് കൊടുക്കാം. 4 ചുവട് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ചാക്കിലൊക്കെ ഇതുപോലെ തിങ്ങി കൂട്ടമായിട്ട് നിന്നാൽ നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടില്ല. ഇതിനെയൊക്കെ ഒന്ന് പറിച്ച് മാറ്റി നട്ട് കൊടുത്തിട്ട് 1-2 എണ്ണമൊക്കെ ആ ചാക്കിനടുത്ത് നിർത്തിയിട്ട് വീണ്ടും നമ്മൾ വളമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ നമ്മുടെ ഈ ചേമ്പ് തയ്യങ്ങ് നട്ട് കൊടുക്കുകയാണ്. ഈ ചേമ്പിനെ നിങ്ങളുടെ വീട്ടിലില്ല എങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അതാകുമ്പോൾ നമുക്കിതൊക്കെ തീർത്തും അന്യം നിന്ന് പോകാതെ നമുക്കിതൊക്കെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. കരിയിലയാണ് ഇതിനടിയിലൊക്കെ കൂടുതലായിട്ട് നിറച്ച് കൊടുത്തിരിക്കുന്നത്. വേരൊന്നും പോയിട്ടില്ല കണ്ടോ. ഇച്ചിരി നന്നായിട്ട് വലിപ്പമുള്ള
പെട്ടി ആയതുകൊണ്ട് ഞാൻ ഒരു 4 എണ്ണം വെച്ച് കൊടുക്കുകയാണ്. രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് അങ്ങ് നട്ട് കൊടുത്തേക്കാം. തേങ്ങ അരച്ചൊക്കെ കറി വെക്കാനായിട്ടൊക്കെ നല്ലതാണ്. അതുപോലെ പുഴുക്കുണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാനൊക്കെ നമ്മുടെ ഈ കണ്ണൻ ചേമ്പ് നല്ലതാണ്. ഇതാണ് 3 എണ്ണം ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ നടാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇപ്പം മഴയൊക്കെ വരുന്ന കാരണം നമുക്ക് പ്രത്യേകിച്ച് ഇതിനെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പിന്നീട് ഇടയ്ക്കൊക്കെ നമുക്ക് പച്ചച്ചാണകമൊക്കെ പുളിപ്പിച്ച് വെച്ചിട്ട് നേർപ്പിച്ച് നമ്മുടെ ഈ ചേമ്പിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് നമുക്ക് ചേമ്പൊക്കെ തഴച്ച് വളരുകയും അതുപോലെ തന്നെ ചുവട്ടിൽ നന്നായിട്ട് കായ്പിടുത്തമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അടുത്ത വളം ചെയ്യുന്ന വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.